ഇറാനും അമേരിക്കയും തമ്മിലുള്ള ശീതയുദ്ധം നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടലുകളിലേക്ക് വഴിമാറുന്നതിന്റെ ഞെട്ടിപ്പിക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇറാനിലെ ഇസ്ഫഹാനിൽ അമേരിക്കയുടെ C-130 സപ്പോർട്ട് വിമാനം വെടിവെച്ചിട്ടെന്ന ഇറാന്റെ അവകാശവാദം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരുന്നു. കേവലം അവകാശവാദങ്ങളിൽ ഒതുങ്ങാതെ തകർക്കപ്പെട്ട വിമാനത്തിന്റെയും അതിലുണ്ടായിരുന്ന പൈലറ്റിന്റെയും രേഖകളുടെയും ദൃശ്യങ്ങൾ ഇറാൻ ലോ എൻഫോഴ്സ്മെന്റ് ഫോഴ്സ് പുറത്തുവിട്ടത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. ശത്രു രാജ്യങ്ങളുടെ വിമാനങ്ങൾക്കെതിരെ നടത്തുന്ന പ്രത്യേക ഓപ്പറേഷന്റെ ഭാഗമായി തങ്ങളുടെ പോലീസ് സ്പെഷ്യൽ ഫോഴ്സ് ആണ് ഈ വിമാനം തകർത്തതെന്നാണ് ടെഹ്റാൻ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത്. ഇസ്ഫഹാൻ പ്രവിശ്യയിലെ പ്രാദേശിക റിപ്പോർട്ടുകളും ഈ സൈനിക നീക്കത്തെ ശരിവെക്കുന്നുണ്ട്. സാധാരണയായി അതിർത്തികളിൽ സൈന്യമാണ് ഇത്തരം നീക്കങ്ങൾ നടത്താറുള്ളതെങ്കിലും ഇറാന്റെ ആഭ്യന്തര സുരക്ഷാ സേന തന്നെ നേരിട്ട് രംഗത്തിറങ്ങിയത് അമേരിക്കൻ വിമാനങ്ങളുടെ സാന്നിധ്യം രാജ്യത്തിന്റെ ഉള്ളറകളിലേക്ക് എത്തിയെന്നതിന്റെ സൂചനയായാണ് വിലയിരുത്തപ്പെടുന്നത്. പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾക്കൊപ്പം പൈലറ്റിന്റെ ഔദ്യോഗിക രേഖകളും സൈനിക ഉപകരണങ്ങളും വ്യക്തമായി കാണാമെന്നത് അമേരിക്കയെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. ഒരു വനിതാ പൈലറ്റിന്റെ വിവരങ്ങൾ ഇത്തരത്തിൽ ചോർന്നത് അമേരിക്കൻ പ്രതിരോധ വകുപ്പിൽ വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. എങ്കിലും വാഷിംഗ്ടൺ ഈ സംഭവത്തിൽ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. നിശബ്ദത പാലിക്കപ്പെടുന്നതിലൂടെ സൈനികമായ തകർച്ച പുറം ലോകം അറിയാതിരിക്കാനാണോ അമേരിക്ക ശ്രമിക്കുന്നതെന്ന ചോദ്യവും ഇതിനോടകം ഉയർന്നു കഴിഞ്ഞു. ആകാശയുദ്ധം ഇത്രത്തോളം രൂക്ഷമാകുന്നത് പശ്ചിമേഷ്യയിലെ നിലവിലുള്ള അസ്ഥിരതയെ കൂടുതൽ വഷളാക്കും. ഡ്രോണുകൾക്കും മിസൈലുകൾക്കും പിന്നാലെ ഇപ്പോൾ വലിയ യാത്രാ ചരക്ക് വിമാനങ്ങൾ പോലും ആക്രമിക്കപ്പെടുന്നത് യുദ്ധത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നു. ഒരു ചെറിയ പിഴവ് പോലും വൻ ശക്തികൾ തമ്മിലുള്ള പൂർണ്ണ തോതിലുള്ള യുദ്ധത്തിന് കാരണമായേക്കാവുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. മിസൈലുകളെയും ഡ്രോണുകളെയും പ്രതിരോധിക്കാൻ ഇറാൻ കൈവരിച്ച സാങ്കേതിക മികവ് ഈ സംഭവത്തോടെ വീണ്ടും തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ മേഖലയിലെ സുരക്ഷാ സാഹചര്യങ്ങൾ അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്ഫഹാൻ പോലുള്ള തന്ത്രപ്രധാനമായ മേഖലകളിൽ വിദേശ വിമാനങ്ങൾ കടന്നു കയറുന്നത് ഇറാന്റെ പരമാധികാരത്തിന്മേലുള്ള വെല്ലുവിളിയായാണ് അവർ കാണുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നും എന്ത് തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാകുമെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. നയതന്ത്ര ചർച്ചകൾക്ക് പ്രസക്തി നഷ്ടപ്പെടുകയും ആയുധങ്ങൾ സംസാരിക്കാൻ തുടങ്ങുകയും ചെയ്ത ഈ കാലഘട്ടത്തിൽ പശ്ചിമേഷ്യ യുദ്ധത്തിന്റെ ഒരു അഗ്നിപർവ്വതത്തിന് മുകളിലാണെന്ന് ഉറപ്പിച്ചു പറയാം. ഇത്തരത്തിലുള്ള സൈനിക നീക്കങ്ങൾ ആഗോള രാഷ്ട്രീയ ക്രമത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കും. സൈനിക രഹസ്യങ്ങൾ പരസ്യമാക്കുന്നതിലൂടെ അമേരിക്കയുടെ ആത്മവിശ്വാസം തകർക്കാനാണ് ഇറാൻ ലക്ഷ്യമിടുന്നത്. ആകാശ സീമകളിലെ ഈ പോരാട്ടം കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ളതല്ല, മറിച്ച് ലോകക്രമം ആര് നിയന്ത്രിക്കണമെന്നതിനെ കുറിച്ചുള്ള വലിയൊരു മത്സരത്തിന്റെ ഭാഗമാണ്. ഓരോ നീക്കവും അതീവ ജാഗ്രതയോടെ വീക്ഷിക്കേണ്ടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്.